പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ത്യൻ എക്കോണമി 1950 to 1990, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 1950 മുതൽ 1990 വരെയുള്ള കാലഘട്ടത്തെക്കുറിച്ചാണല്ലോ നാം രണ്ടാമത്തെ അധ്യായത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ അധ്യായത്തിൽ നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പരാമർശിച്ചതുപോലെ 5 ഇയർ പ്ലാൻ, ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം ആദ്യമായി നാം ചുവടുവെക്കുന്നത് പഞ്ചവത്സര പദ്ധതികളിലേക്കാണ്. 5 ഇയർ പ്ലാനിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ നാം പഠിച്ചു. ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്, ഇക്വിറ്റി എന്ന് പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് പഞ്ചവത്സര പദ്ധതികളിലൂടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട 2 പരിഷ്കാരങ്ങളാണ് ലാൻഡ് റിഫോംസ് ആൻഡ് ഗ്രീൻ റവല്യൂഷൻ. ഭൂപരിഷ്കരണവും ഹരിത വിപ്ലവവും എന്ന് മുമ്പ് പല ക്ലാസ്സുകളിലും നമ്മളിത് പഠിച്ച കാര്യമാണ്. ലാൻഡ് റിഫോം എന്താണ്? ലാൻഡ് റിഫോം എന്ന് നമുക്കൊന്ന് നോക്കാം. ലാൻഡ് റിഫോം എയിംഡ് ടു റെഡ്യൂസ് ഇനീക്വാളിറ്റീസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ആൻഡ് ടു ഇൻക്രീസ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി. ലാൻഡ് റിഫോം പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് ഭൂമിയുടെ വിതരണത്തിൽ, ഭൂമിയുടെ ഉടമാവകാശത്തിലുള്ള അസമത്വം പരിഹരിക്കുക, അസമത്വം കുറക്കുക, ആൻഡ് ടു ഇൻക്രീസ് ദ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി. കാർഷിക ഉൽപ്പാദനവും ഉൽപ്പാദനക്ഷമതയും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ലാൻഡ് റിഫോം നടപ്പിലാക്കിയത്. 2 ലക്ഷ്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ടു റെഡ്യൂസ് ഇനീക്വാളിറ്റീസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ആൻഡ് ഇൻക്രീസ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി. ഭൂമിയുടെ ഉടമാവകാശത്തിലുള്ള അസമത്വം. ചിലർക്ക് ഒരുപാട് ഭൂമികളുണ്ടെങ്കിൽ, ഏക്കർ കണക്കിനും ഹെക്ടർ കണക്കിനും ഭൂമിയുണ്ടെങ്കിൽ, ഭൂമിയില്ലാത്ത ജനവിഭാഗങ്ങളും നമ്മുടെ ഇടയിലുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഈ ഒരു അസമത്വം പരിഹരിക്കുക, അതുപോലെ കാർഷിക ഉൽപ്പാദനവും ഉൽപ്പാദനക്ഷമതയും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ലാൻഡ് റിഫോം നടപ്പിലാക്കുന്നത്. ഇനി ഈ ലാൻഡ് റിഫോമിൽ എന്തൊക്കെ നടപടികളാണ് ഉണ്ടായിരുന്നത് എന്നതാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ലാൻഡ് റിഫോം ഹാഡ് ദ ഫോളോയിങ് ഇനിഷ്യേറ്റീവ്സ്. ലാൻഡ് റിഫോമിലൂടെ നടപ്പിലാക്കിയ പ്രധാന ഇനിഷ്യേറ്റീവ്സ്: 1. അബോളിഷൻ ഓഫ് ഇൻ്റർമീഡിയറീസ് ലൈക്ക് ജമീന്ദാർസ്. ജമീന്ദാർമാരെ പോലെ ഭൂമിയുടെ മധ്യവർത്തികൾ, ഭൂമിയുടെ ഉടമാവകാശത്തിൽ മധ്യവർത്തികൾ നിലനിന്നിരുന്നു എന്ന് നാം പഠിച്ചിട്ടുണ്ട്. കർഷകർക്കും അതുപോലെ കർഷകരാണ് കൃഷി ചെയ്യുന്നത്, പക്ഷേ കൃഷി ചെയ്യാത്ത ഒരു വിഭാഗം, കാർഷിക വൃത്തിയിൽ ഏർപ്പെടാത്ത ഒരു വിഭാഗം കർഷകർക്കിടയിൽ നിന്നുകൊണ്ട്, കർഷകർക്കും ഗവൺമെൻറ്റിനും ഇടയിൽ നിന്നുകൊണ്ട് ഒരു ചൂഷണ വർഗമായി നിലനിന്നിരുന്നു. ഈ ജമീന്ദാർമാരെ അബോളിഷ് ചെയ്യുക, ഈ ജമീന്ദാർ സിസ്റ്റം അവസാനിപ്പിക്കുക എന്നതാണ് ഒന്നാമത്തെ നടപടി. അബോളിഷൻ ഓഫ് ഇൻ്റർമീഡിയറ്റ്സ് ലൈക്ക് ജമീന്ദാർസ്. ജമീന്ദാർമാരെ പോലെയുള്ള മധ്യവർത്തി വിഭാഗങ്ങളെ ഇല്ലായ്മ ചെയ്യുക. 2. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ടു ടില്ലർ. ഭൂമി കർഷകർക്ക് വിതരണം ചെയ്യുക. കൃഷിഭൂമിയുടെ ഉടമ കർഷകനാണ് എന്ന ഒരു തീരുമാനമാണ് ഇതിലൂടെ ഗവൺമെൻറ് എടുത്തത്. 3. ഫിക്സ് സീലിംഗ് ഓൺ ലാൻഡ്. ഭൂമിയുടെ ഉടമാവകാശത്തിൽ എത്ര ഭൂമി ഒരാൾക്ക് കൈവശം വെക്കാം എന്നതിന് പരിധി നിർണയിച്ചു. ഫിക്സ് സീലിംഗ് ഓൺ ലാൻഡ്, ഭൂമിയുടെ ഉടമാവകാശത്തിൽ പരിധി നിർണയിച്ചു. ലാൻഡ് ഹോൾഡിങ്സ് ആൻഡ് ഡിക്ലെയറിംഗ് ദ എബവ് സീലിംഗ് ആസ് സർപ്ലസ് ലാൻഡ്. ആ സീലിങ്ങിന് മുകളിലുള്ള ഭൂമിയെ മിച്ചഭൂമിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ശ്രദ്ധിക്കേണ്ടത് 3ാമത്തെ നടപടി ഫിക്സ് സീലിംഗ് ഓൺ ലാൻഡ് ഹോൾഡിങ്സ്. ഭൂമിയുടെ ഉടമാവകാശത്തിൽ, ഭൂമിയുടെ കൈവശാവകാശത്തിൽ പരിധി നിർണ്ണയിക്കുകയും ഡിക്ലെയറിംഗ് എബവ് സീലിംഗ് ആസ് സർപ്ലസ് ലാൻഡ്, ആ പരിധിക്ക് മുകളിലുള്ള ഭൂമിയെ മിച്ചഭൂമിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 4ാമതായി ചെയ്ത നടപടി ഈ മിച്ചഭൂമിയെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ലാൻഡ് എമംഗ് ലാൻഡ്ലെസ്. ഇപ്രകാരം ഗവൺമെൻറ് മിച്ചഭൂമിയായി കണ്ടുകെട്ടുന്ന ഭൂമിയെ ലാൻഡ്ലെസ് അഥവാ ഭൂരഹിതരായ ജനവിഭാഗങ്ങൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ 4 നടപടികളാണ് പ്രധാനമായിട്ടും ലാൻഡ് റിഫോമിലൂടെ ചെയ്തത്.
ഒന്ന് അബോളിഷൻ ഓഫ് ഇൻ്റർമീഡിയറ്റ്സ് ലൈക്ക് ജമീന്ദാസ്. 2 ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ടു ടില്ലർ. 3 ഫിക്സ് സീലിംഗ് ഓൺ ലാൻഡ് ഹോൾഡിംഗ് ആൻഡ് ഡിക്ലെയറിംഗ് എബവ് സീലിംഗ് എ സർപ്ലസ് ലാൻഡ്. 4 ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ലാൻഡ് എമംഗ് ലാൻഡ്ലെസ്. ഇങ്ങനെ നടപ്പിലാക്കിയ ഈ ഭൂപരിഷ്കരണത്തിൽ 200 ലക്ഷം കുടിയാന്മാർക്ക് ടെനൻസ് ബിക്കം ഓണേഴ്സ് ഓഫ് ലാൻഡ്. 200 ലക്ഷത്തോളം കുടിയാന്മാർ എന്നറിയപ്പെടുന്ന ഭൂരഹിതരായ കർഷകർക്ക് ഭൂമി ലഭിച്ചു എന്നതാണ് ഇന്ത്യയിലുടനീളം നടന്ന ഈ ഗ്രീൻ ലാൻഡ് റിഫോം എന്ന് പറഞ്ഞ ഈ നടപടിയുടെ ഭാഗമായി ഭൂമിയില്ലാത്ത 200 ലക്ഷത്തോളം കുടിയാന്മാർക്ക് അഥവാ ഭൂരഹിതരായ കർഷകർക്ക് അവർ കൃഷിഭൂമിയുടെ ഉടമകളായി മാറി എന്നതാണ് ഈ ഒരു നടപടിയുടെ സവിശേഷത. ബട്ട് ദ ലാൻഡ് റിഫോം ഇൻ ഇന്ത്യ ഹാഡ് സം ഡ്രോബാക്സ്. ഇങ്ങനെ ഇന്ത്യയിൽ ലാൻഡ് റിഫോം നടപ്പിലാക്കി എങ്കിലും ഇതിന് ചില പോരായ്മകൾ നിലനിന്നിരുന്നു. ഏതൊക്കെയാണ് ആ പോരായ്മകൾ എന്ന് പരിശോധിക്കാം. 1. ലാൻഡ് റിഫോം വെയർ സക്സസ്ഫുൾ ഓൺലി ഇൻ കേരള ആൻഡ് വെസ്റ്റ് ബംഗാൾ. ലാൻഡ് റിഫോം ഏറ്റവും വിജയകരമായി നടന്നത് കേരളത്തിലും വെസ്റ്റ് ബംഗാളിലും മാത്രമായിരുന്നു. കേരളവും പശ്ചിമ ബംഗാളിലും മാത്രമാണ് ഏറ്റവും വിജയകരമായി ഭൂപരിഷ്കരണ നിയമങ്ങൾ താഴെ തട്ട് വരെ നടപ്പിലാക്കിയത്. മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇതിൽ വെള്ളം ചേർക്കുകയും മായം ചേർക്കുകയും പല രൂപത്തിലുള്ള കൃത്രിമങ്ങൾ കാണിച്ച് ഇതിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അതായത് യഥാർത്ഥ ലക്ഷ്യം നേടുന്നതിന് സാധിച്ചില്ല എന്നർത്ഥം. 2. സം ലാൻഡ് ലോഡ്സ് ചാലഞ്ച്ഡ് ദ ലോ ഇൻ കോർട്ട്. അതിൻ്റെ പ്രധാന വഴികൾ ഇതാണ്. ചില ഭൂപ്രഭുക്കൾ ഈ നിയമത്തെ കോടതിയിൽ പോയി വെല്ലുവിളിക്കുകയും ചെയ്തു. സം ലാൻഡ് ലോഡ്സ് രജിസ്റ്റേർഡ് ദ ലാൻഡ് ഇൻ ദ നെയിംസ് ഓഫ് ദെയർ റിലേറ്റീവ്സ്. ചില ഉടമകൾ ഈ ഭൂമിയെ, അവരുടെ കയ്യിലുള്ള ഭൂമിയെ അവരുടെ ബന്ധുക്കളുടെയും അവരുടെ മക്കളുടെയും മറ്റും പേരുകളിലേക്ക് മാറ്റി രജിസ്റ്റർ ചെയ്തു. കാരണം ഭൂമി ഒരാളുടെ കയ്യിൽ ഇത്ര ഭൂമി ഉണ്ടാകാൻ പാടുള്ളൂ, 20 ഏക്കർ ഭൂമി ഉണ്ടാകാൻ പാടുള്ളൂ എന്ന നിയമം വരുന്നതോടുകൂടി അതിലധികമുള്ള ഭൂമികൾ മറ്റുള്ളവരുടെ പേരുകളിലേക്ക് മാറ്റി രജിസ്റ്റർ ചെയ്യുന്ന ഒരു നടപടിയും ഉണ്ടായി. ഓക്കെ, അപ്പോൾ ഇതാണ് ലാൻഡ് റിഫോം, ഭൂപരിഷ്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് ഗ്രീൻ റവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവം. എന്താണ് ഹരിത വിപ്ലവം? നമ്മളൊക്കെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. ഒന്നുകൂടി നാം ഇവിടെ പഠിക്കുകയാണ്. ഹൈ ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ബൈ യൂസിങ് HYV സീഡ്സ് ആൻഡ് ന്യൂ ടെക്നോളജി ഈസ് കോൾഡ് ആസ് ഗ്രീൻ റവല്യൂഷൻ. ഹൈ ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി, കാർഷിക മേഖലയിൽ ഉയർന്ന ഉൽപ്പാദനക്ഷമതയുണ്ടായി. എങ്ങനെ ഉണ്ടായി? ബൈ യൂസിങ് HYV സീഡ്സ്, ഹൈ ഈൽഡിങ് വെറൈറ്റി സീഡ്സ് എന്നാണ് ഇതിന് പറയുന്നത്. HYV അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാർഷിക മേഖലയിൽ ഉൽപ്പാദനം വർദ്ധിച്ചു. ആൻഡ് ന്യൂ ടെക്നോളജി, പുതിയ സാങ്കേതിക വിദ്യകളും കാർഷിക മേഖലയിൽ ഉപയോഗിച്ചു. ഇതിനെയാണ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്, ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ ഹാഡ് 2 ഫേസ്. ഇന്ത്യയിൽ 2 ഘട്ടങ്ങളിലായിട്ടാണ് ഗ്രീൻ റവല്യൂഷൻ നടന്നത്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് 1965 to 1975, 1965 മുതൽ 1975 വരെയാണ് ഒന്നാമത്തെ ഘട്ടം എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തെ ഘട്ടം സെക്കൻഡ് ഫേസ് എന്നറിയപ്പെടുന്നത് ഫ്രം 1975 to 1985, 1975 മുതൽ 1985 വരെ. ഓർമ്മിക്കാൻ നമുക്ക് എളുപ്പമാണ്, 10 വർഷമാണ് ഇതിൻ്റെ ഓരോ കാലാവധി. 1965 തുടങ്ങുന്ന 10 വർഷം 75 വരെ, 75 മുതൽ 85 വരെ അടുത്ത 10 വർഷം. ഇങ്ങനെ 2 ഘട്ടങ്ങളിലായിട്ടാണ് ഹരിത വിപ്ലവം നടക്കുന്നത്. ഇനി എന്താണ് ഈ ഹരിത വിപ്ലവത്തിൻ്റെ ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിലുണ്ടായ മാറ്റങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ദ ഫോളോയിങ് ഫാക്ടേഴ്സ് വെർ റെസ്പോൺസിബിൾ ഫോർ ദ ഇന്ത്യാസ് ഗ്രീൻ റവല്യൂഷൻ. ഇങ്ങനെ അത്യുൽപാദന ശേഷി അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ ഉയർന്ന ഉൽപാദനക്ഷമത ഉണ്ടാകുന്നതിനുണ്ടായ ഇടയാക്കിയ കാരണങ്ങൾ അല്ലെങ്കിൽ നടപടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ യൂസ് ഓഫ് ഹൈ ഈൽഡിങ് വെറൈറ്റി സീഡ്സ് ആണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു. കാർഷിക മേഖലയിൽ പല വിളകളിലും മുമ്പുണ്ടായിരുന്ന വിളകളെക്കാൾ, മുമ്പുണ്ടായിരുന്ന
ഇനങ്ങളെക്കാൾ ഉൽപ്പാദനക്ഷമത പ്രൊഡക്ടിവിറ്റി കൂടിയ വിത്തിനങ്ങൾ ഉപയോഗിച്ചു. രണ്ടാമതായി യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. രാസവളങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി, രാസ കീടനാശിനികളും ഉപയോഗിക്കാൻ തുടങ്ങി. മുൻകാലങ്ങളിൽ അതിനു മുമ്പ് വരെ അതില്ലായിരുന്നു. അപ്പോൾ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്, രാസവളങ്ങളും രാസ കീടനാശിനികളും ഉപയോഗിക്കാൻ തുടങ്ങി. 3. യൂസ് ഓഫ് മോഡേൺ ടെക്നോളജി. സാങ്കേതിക വിദ്യകൾ, യന്ത്രസാമഗ്രികൾ ഒക്കെ കാർഷിക മേഖലയിൽ ഉപയോഗിക്കാൻ തുടങ്ങി. ആൻഡ് മെക്കനൈസേഷൻ, യന്ത്രവൽക്കരണം വന്നു. എന്തൊക്കെയായിരുന്നത്? ട്രാക്ടേഴ്സ് വന്നു, പമ്പ് സെറ്റുകൾ വന്നു. ഇവയുടെ ഉപയോഗം മൂലം കാർഷിക മേഖലയിൽ ഉൽപ്പാദനക്ഷമത വർദ്ധിച്ചു. നമുക്കറിയാമല്ലോ, അതിനൊക്കെ മുമ്പ് പണ്ട് കാലങ്ങളിൽ മൃഗങ്ങളെ ഉപയോഗിച്ച് കാള പൂട്ടുന്ന സിസ്റ്റമായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കൊയ്യുന്നതിനൊക്കെ മനുഷ്യർ തന്നെ കൊയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇവയെല്ലാം മെഷീനറി കൊണ്ട് നടത്താൻ പറ്റിയ രൂപത്തിലേക്ക് സാങ്കേതിക വിദ്യ വികസിച്ചു. ട്രാക്ടറുകൾ വന്നു, കൊയ്ത്ത് യന്ത്രങ്ങൾ വന്നു, അതുപോലെ തന്നെ മെതിയന്ത്രങ്ങൾ വന്നു. ദെൻ 4-ാമത്തെ നടപടി ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ജലസേചന സൗകര്യങ്ങൾ വികസിച്ചു. ജലസേചന സൗകര്യങ്ങൾ, പമ്പ് സെറ്റുകൾ വന്നു, ചെക്ക് ഡാമുകൾ വന്നു, അണക്കെട്ടുകൾ വന്നു, അങ്ങനെ തുടങ്ങിയ സംവിധാനങ്ങൾ. 5-ാമതായി അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ്, കാർഷിക വിപണന സൗകര്യങ്ങൾ വിപുലപ്പെട്ടു. 7-ാമതായി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ്, കർഷകർക്ക് ആവശ്യമായ വായ്പാ സൗകര്യങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിൽ ലഭ്യമാവുന്ന സംവിധാനവും ഒരുങ്ങി. ഇങ്ങനെ 6 നടപടികളാണ് കാർഷിക മേഖലയിലെ ഹരിത വിപ്ലവം കൊണ്ട് അർത്ഥമാക്കുന്നത്. 1. യൂസ് ഓഫ് ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സ്, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു. 2. യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്, രാസവളങ്ങളും രാസ കീടനാശിനികളും ഉപയോഗിക്കുന്നു. 3. യൂസ് ഓഫ് മോഡേൺ ടെക്നോളജി ആൻഡ് മെക്കനൈസേഷൻ, യന്ത്രവൽക്കരണം, കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം നടക്കുന്നു. 4. ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ജലസേചന സൗകര്യങ്ങൾ വികസിക്കുന്നു. 5. അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ്, കാർഷിക വിപണന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുന്നു. 6. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ്, കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പാ സൗകര്യങ്ങളും ലഭ്യമാക്കുന്നു. ഇനി ഗ്രീൻ റെവല്യൂഷൻ മൂലമുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെ എന്നാണ് നമുക്കിനി മനസ്സിലാക്കാനുള്ളത്. അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ്ഡ്, കാർഷിക മേഖലയിൽ ഉൽപ്പാദനം വർദ്ധിച്ചു. ഇന്ത്യ ബിക്കെയിം സെൽഫ് സഫിഷ്യൻ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ, ഇന്ത്യ ഭക്ഷ്യ ഉൽപ്പാദന രംഗത്ത് സ്വയം പര്യാപ്തത നേടി. 3. റെഡ്യൂസ്ഡ് ഇമ്പോർട്ട്സ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്, മറ്റ് രാജ്യങ്ങളെ ഭക്ഷണത്തിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരവസ്ഥ ഇല്ലാതാക്കാൻ സാധിച്ചു. റെഡ്യൂസ്ഡ് ദ പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്, ഭക്ഷ്യവിളകളുടെ വില കുറയുന്നതിന് കാരണമായി. ഇതിനൊക്കെ ഉപരിയായി 5-ാമതായി ബഫർ സ്റ്റോക്ക് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഇൻക്രീസ്ഡ്, ഒരുപാട് ഭക്ഷ്യധാന്യങ്ങൾ നമുക്ക് ശേഖരിച്ച് വെക്കുന്നതിനെ ബഫർ സ്റ്റോക്ക് അഥവാ ഗോഡൗണുകളിൽ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിച്ച് വെക്കുന്നതിനും കാരണമായി. ഓക്കെ, അപ്പോൾ ഇവയാണ് കാർഷിക മേഖലയിൽ ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുണ്ടായ നേട്ടങ്ങൾ. 1. ഉൽപ്പാദനക്ഷമത വർദ്ധിച്ചു, ഭക്ഷ്യമേഖലയിൽ സ്വയം പര്യാപ്തമായി, ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതി കുറക്കാൻ സാധിച്ചു, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറക്കാൻ സാധിച്ചു, ഭക്ഷ്യധാന്യങ്ങളുടെ ശേഖരം സൃഷ്ടിക്കാനും നമുക്ക് സാധിച്ചു. ഇനി ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുണ്ടായ ലിമിറ്റേഷൻസ് ഉണ്ട്, ചില പോരായ്മകൾ കൂടി സംഭവിച്ചു, അല്ലെങ്കിൽ ഈ നടപടിക്ക് ചില പരിമിതികളുണ്ടായിരുന്നു. 1. ഇൻക്രീസ്ഡ് ദ ഡിസ്പാരിറ്റി ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ ഫാമേഴ്സ്. കാരണം ഈ യന്ത്രവൽക്കരണങ്ങളും അതുപോലെ പമ്പ് സെറ്റുകളും രാസവളങ്ങളും രാസ കീടനാശിനികളും ഒക്കെ വാങ്ങണമെങ്കിൽ അത് നിലവിൽ അത്യാവശ്യം സാമ്പത്തികമുള്ള കർഷകർക്ക് മാത്രമേ ഇത് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇൻക്രീസ്ഡ് ദ ഡിസ്പാരിറ്റി ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ ഫാമേഴ്സ്, ധനികരായ കർഷകരും ദരിദ്രരായ കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. അതുതന്നെയാണ് വീണ്ടും പറയുന്നത്, ഇറ്റ് ബെനിഫിറ്റഡ് ടു റിച്ച് ഫാമേഴ്സ്, ധനികരായ കർഷകർക്കാണ് ഇത് കൂടുതൽ ഉപകാരപ്പെട്ടത്. 3-ാമതായി ഇൻക്രീസ്ഡ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് പോയ്സൻഡ് ദ സോയിൽ.
രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചതുമൂലം മണ്ണും ജലവുമൊക്കെ മലിനമാകുന്ന ഒരവസ്ഥയുണ്ടായി. അങ്ങനെ ഡിസ്ട്രക്ഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി, ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജൈവ വൈവിധ്യം നശിക്കുന്നതിന് കാരണമായി. കീടങ്ങളും പ്രാണികളും ചെറുജീവികളും നശിക്കുന്നതിന് കാരണമായി. അഞ്ചാമതായി, ദ ഫസ്റ്റ് ഫേസ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ വാസ് മെയിൻലി വീറ്റ് റെവല്യൂഷൻ. നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ ഘട്ടമെന്ന് പറയുന്നത് അത് വീറ്റിന് മാത്രമുള്ള ഒരു ഉൽപാദനക്ഷമത വർദ്ധിക്കുന്നതിന് അല്ലെങ്കിൽ വീറ്റ് ഉൽപാദനത്തിൽ മാത്രം ഉപകാരപ്പെട്ട ഒരു ഘട്ടമായി മാറി എന്നതാണ് ഇവിടെ വിമർശിക്കപ്പെടുന്നത്. ദ ഫസ്റ്റ് ഫേസ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ വാസ് മെയിൻലി വീറ്റ് റെവല്യൂഷൻ. ഗോതമ്പിൻ്റെ ഉൽപ്പാദനത്തിൽ മാത്രമാണ് ഫസ്റ്റ് ഫേസ് ഗുണകരമായത്. മറ്റ് വിളകൾക്കൊന്നും അത് ഗുണകരമായിട്ടില്ല എന്ന ഒരു പരിമിതിയുമുണ്ട്. ഇങ്ങനെ ഗ്രീൻ റെവല്യൂഷന് 5 പരിമിതികൾ കൂടി നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന് പറഞ്ഞത് ധനികരായ കർഷകരും ദരിദ്രരായ കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. 2, ഇത് കൂടുതൽ ദരിദ്ര കർഷകർക്കാണ് കൂടുതൽ ഉപകാരപ്പെട്ടതെന്ന് പറഞ്ഞു. 3, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും മണ്ണും ജലവും വിഷലിപ്തമാകുന്നതിന് കാരണമായി എന്ന് പറഞ്ഞു. ഡിസ്ട്രക്ഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യങ്ങൾ നശിക്കുന്നതിന് കാരണമായി എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഫേസ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ വാസ് മെയിൻലി വീറ്റ് റെവല്യൂഷൻ. ഒന്നാമത്തെ ഘട്ടം പ്രധാനമായിട്ടും വീറ്റ് റെവല്യൂഷനായി മാറി എന്ന ഒരു പരിമിതിയും പറഞ്ഞു. ഇങ്ങനെ 2 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട 2 റിഫോംസ്, ലാൻഡ് റിഫോം ആൻഡ് ഗ്രീൻ റെവല്യൂഷൻ.